فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. പ്രിയം പറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട്, കുടുംബത്തോടൊപ്പം അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. അതുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്നു. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ശരി, ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ദുനിയാവിൽ നമ്മൾ നിർമ്മിക്കുന്ന വീട് എത്ര ആഡംബരമായ വീടാണെങ്കിലും, എത്ര തന്നെ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയ വീടാണെങ്കിലും ശരി, ഒരു പക്ഷേ ചെറിയ അപകടങ്ങളിൽ തന്നെ അത് പൂർണ്ണമായും തകർന്നു പോകാം. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീടുകൾ വെള്ളപ്പൊക്കം നിമിത്തം അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ വന്നാൽ വീട് നിന്നിരുന്ന സ്ഥലമാണെന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ തുടച്ചു നീക്കപ്പെട്ട പ്രദേശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദുനിയാവിന്റെ വീടിന്റെ അവസ്ഥയും സാഹചര്യവും എന്ന് പറയുന്നത് അത്രമാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു വീട് പരലോകത്ത് നമുക്ക് നിർമ്മിക്കുവാൻ സാധ്യമായാൽ, അവിടെ നമുക്ക് വേണ്ടി ഒരു വീട് ദുനിയാവിലെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേടാൻ സാധ്യമായാൽ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളതാണ്. പൂർവികരായ ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം ആഗ്രഹിച്ചത് ദുനിയാവിലെ വീടിനേക്കാൾ അപ്പുറത്ത് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പരലോകത്തിന് വീടുണ്ടാകുമെന്നുള്ളതാണ്. ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരിയുടെ ഭാര്യയായിരുന്നു ആസിയ. അവര് ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വന്നതോടുകൂടി രാജ്യത്തിന്റെ രാജാവിന്റെ പത്നിയായ രാജ്ഞിയായ അവരുടെ രാജ്ഞി എന്നുള്ള നിലക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളെയും അവർ വിട്ടുപോവുകയാണ്. ഒരു രാജ്ഞി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാനും അവരെ പരിചരിക്കുവാനും അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുവാനും ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ആ സൗഭാഗ്യങ്ങളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് അവർ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതോടുകൂടി ആ രാജ്യത്തിന്റെ രാജാവ് കൂടിയായ അവരുടെ ഭർത്താവ് അങ്ങേയറ്റത്തെ പീഡനങ്ങൾ പലതരത്തിലും അവർക്ക് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ അള്ളാഹുവിനോട് പറഞ്ഞതൊറ്റ വാചകം മാത്രമാണ്. ഖുർആൻ ഇത് നമ്മളോട് പറയുന്നത്. ഇത് കാലത്ത് അസ്യബി പറയാണ്, റബ്ബി ബനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി
വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അവർ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ദുനിയാവിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമല്ല, എനിക്ക് നാളെ പരലോകത്ത് റബ്ബേ എനിക്ക് നല്ലൊരു വീട് തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഫിർഔനിൽ നിന്നും അതിക്രമകാരികളായ ഈ സമൂഹത്തിൽ നിന്നും എനിക്ക് രക്ഷ തരണേ എന്ന പ്രാർത്ഥനയായിരുന്നു ആ സഹോദരിയുടെ നാവിൽ നിന്നും വന്നത്. ആലോചിച്ചു നിങ്ങൾ, അവരെല്ലാം ആഗ്രഹിച്ചത് പരലോകത്ത് ഒരു വീട് അത് നേടുക എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അത് ദുനിയാവിലെ വീട് പോലെയല്ല. ദുനിയാവിലെ വീട് പോലെയല്ല, അത് നശിച്ചു പോവുകയില്ല, അതിന് നാശം സംഭവിക്കുകയില്ല, അതിന് അപകടം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കും പരലോകത്ത് വീട് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനുമെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായി കൊണ്ട് പറയാൻ സാധിക്കുന്നത്, സ്വർഗത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, സ്വർഗത്തിൽ ഒരു വീടിന്റെ അവകാശിയാകുവാൻ നമുക്ക് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഖ്വ ഉണ്ടാവുക എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മൾ ആരായിക്കൊള്ളട്ടെ, നമ്മൾ ഏത് രൂപത്തിൽ, നമ്മൾ എത്ര ഉന്നതനാണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമായാൽ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ടതായി കഴിഞ്ഞാൽ, അള്ളാഹു പറയുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കും. സൂറത്ത് സുമറിന്റെ 20-ാമത്തെ വാചകത്തിലുള്ള അള്ളാഹു പറയുന്നു, ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ബഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് തട്ടുതട്ടുകളായിട്ടുള്ള മേൽക്കുമേൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചില മണിമാടങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് എന്നതാണ്. അതിന്റെ അടിയിലൂടെ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. തഖ്വയുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, അവൻ നിങ്ങൾക്ക് തട്ടുകളിലായിട്ടുള്ള നല്ല മണിമാലികകൾ അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ടാകും. രണ്ടാമതായി കൊണ്ട് പഠിപ്പിക്കുന്നത് ക്ഷമയാണ്. ക്ഷമയുണ്ടാവുക എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങൾ, ഒരുപാട് വചനങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ക്ഷമയെന്ന് പറയുന്നത് ഏറ്റവും വലിയ സൽക്കർമ്മമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നു, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഇബാദുർ റഹ്മാന്റെ ഒരുപാട് ഗുണങ്ങൾ വിശദീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറയാണ്, അള്ളാഹു അവർ ക്ഷമിച്ചതിന്റെ ഫലമായി കൊണ്ട് അവർക്ക് നല്ല മണിമേടകൾ അള്ളാഹു പ്രതിഫലമായി അവർക്ക് കൊടുക്കുമെന്നാണ്. അവിടെ അവർ ബിമാ സബറു, ക്ഷമിച്ചതിന്റെ പേരിലാണ്, വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, അവർക്ക് അവിടെ സമാധാനത്തോടുകൂടി, അഭിവാദ്യത്തോടും സമാധാന സന്ദേശത്തോടും കൂടിയും അവരെ അതിലേക്ക് സ്വീകരിക്കപ്പെടുന്നതാണ്. ഖാലിദീന ഫീഹാ, പിന്നെ അവിടെ നിന്നും എന്തില്ല, ഒരു പുറത്തേക്കുള്ള ഒരു പോക്കില്ല. അവിടെ അവർ ശാശ്വതരായിരിക്കും. അവിടെ വേറെ ഏതെങ്കിലും കാരണങ്ങളാൽ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. ഹസ്നത്തു മുസ്തഖറം വ മുഖാമ, അവർ നിത്യവാസികളായിക്കൊണ്ട് വളരെ നല്ല ഒരു ഭവനത്തിലും പാർപ്പിടത്തിലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം, എല്ലാ മേഖലയിലും വേണം, എല്ലാ മേഖലയിലും ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ദഅവത്ത് എന്ന് പറയുന്നത്, പ്രബോധനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് പോലും വലിയ ദഅവത്താണ്. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുവാനും, ആ മുസ്ലിമിന്റെ ഐഡന്റിറ്റിയോടുകൂടിയും ആ മുസ്ലിമിന്റെ സംസ്കാരത്തോടു കൂടിയും നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് പോലും വലിയൊരു ദഅവത്താണ്. അതിനു തന്നെ നമുക്ക് അങ്ങേയറ്റത്തെ ക്ഷമയും ആവശ്യമുണ്ട് ഒരു മുസ്ലിമായി ജീവിക്കാൻ. ഇപ്പോ നമ്മളെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ തകർക്കുന്ന രൂപത്തിലുള്ള വേഷം കെട്ടുന്നുണ്ട് ബോധമുള്ളവർ. ഇസ്ലാമിന്റെ സംസ്കാരത്തിന്
വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ മാത്രം ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തന്റെ വിശ്വാസത്തിൽ പോലും വെള്ളം ചേർക്കുന്നവർ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പരിശുദ്ധ ഖുർആന്റെ വാചകം, അം ഹസിബുതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ തദ്ഖുലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരെയും ധർമ്മ സമരത്തിൽ ഏർപ്പെട്ടവരെയും തിരിച്ചറിയാതെ അങ്ങനെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം അതാണ്. മറ്റൊന്ന്, ഒരു ഹദീസിലൂടെ അള്ളാഹു 4 കാര്യങ്ങൾ തുടർച്ചയായിക്കൊണ്ട് പറയുന്നുണ്ട്. 4 വിശ്വാസിയിൽ ഉണ്ടാവേണ്ടുന്ന 4 ഗുണങ്ങളെയാണ് അവിടെ വിശദീകരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി ഗുർഫൻ, സ്വർഗ്ഗത്തിൽ ഒരു മുറിയുണ്ട്, തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ, നിങ്ങൾ പുറത്തു നിന്നും അകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകുന്നു, അതേപോലെ അകത്തു നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിയാലും കാണുവാൻ സാധ്യമാകുന്നു. ദൃശ്യമാകുന്ന സ്ഫടിക സമാനമായ ഗേഹങ്ങളായിരിക്കും അത്. മനോഹരമാണത്. അങ്ങനെയുള്ള ഒരു ഗേഹം സ്വർഗത്തിലുണ്ട് എന്ന് പ്രവാചകൻ, അങ്ങനെയുള്ള ഒരു മുറി സ്വർഗത്തിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഒരു അറാബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അത് ആർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്? അള്ളാന്റെ പ്രവാചകന്റെ മറുപടി, ലിമൻ അത്വാബൽ കലാം, നിങ്ങൾ സംസാരം നന്നാക്കണം, മാന്യമായിട്ട് നിങ്ങൾ സംസാരിക്കണം, ആ മാന്യമായ സംസാരത്തിന്റെ ഉടമകളായിരിക്കണം. നമ്മൾ ആലോചിക്കുള്ളൂ, ഇത് സംഗതി ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും എല്ലാം നിശ്ചയിക്കുന്നതിൽ ഈ ഒരു വാചകത്തിന് വലിയ പ്രസക്തിയുണ്ട്. നോക്ക്, നമ്മുടെ കുടുംബ ജീവിതം തന്നെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ നമുക്കുള്ള പരാതികളിൽ ഏറ്റവും വലിയ പരാതി എന്താണ്? സംസാരിക്കാൻ അറിഞ്ഞൂട എന്നുള്ളതാണ്. നേർക്ക് നേരെ മാന്യമായിട്ട് പരസ്പരം സംസാരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് 90% കുടുംബങ്ങളെയും അസ്വസ്ഥതയോടുകൂടി കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിക്കുന്ന കുറച്ച് സമയം ദുനിയാവിലുള്ളൂ. ആ സമയത്തിന്റെ ബഹുഭൂരിപക്ഷ സമയവും നമ്മൾ വലിയ തെറ്റായ രൂപത്തിൽ, അല്ലെങ്കിൽ സങ്കടകരമായ രൂപത്തിൽ, ശരിയായതല്ലാത്ത രൂപത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇണകൾ തമ്മിൽ പിണങ്ങി നിൽക്കുവാൻ ഉള്ളതിന് പ്രധാനപ്പെട്ട കാരണം കലാം അത് നന്നാക്കാത്തതാണ്. വിശ്വാസികൾ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് പറയുന്നു, ഭക്ഷണം കൊടുക്കണം. മറ്റുള്ളവർക്ക്, സാധാരണക്കാരായ ആളുകളെ നമ്മൾ പരിഗണിക്കണം. നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളോട്, അതായത് നമ്മുടെ ഉപ്പമാരുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും, ദാരിദ്ര്യത്തിലുള്ളവർ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ശേഷി കുറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പയുടെ സുഹൃത്തുക്കളായിരിക്കും, ഉമ്മയുടെ സുഹൃത്തുക്കളായിരിക്കും. അവരെയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാനും നല്ലൊരു ഭക്ഷണം കൊടുക്കാനും അത് വിശ്വാസികളുടെ സ്വഭാവമാണ്. നമ്മൾ വെറുതെ ഒന്ന് കണക്കെടുത്ത് നോക്കൂ. നമ്മുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കും. ഉത്തരം കിട്ടും. പല ആളുകൾക്കും പറയാൻ പറ്റില്ല എന്ന് മാത്രം. ഉത്തരം കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവന് നല്ലൊരു ഭക്ഷണം കൊടുക്കുന്ന മാനസികാവസ്ഥ ബഹുഭൂരിപക്ഷം ആളുകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിലും നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോട് കല്യാണത്തിന് വിളിക്കുന്നില്ലാന്നോ, സൽക്കാരത്തിന് വിളിക്കുന്നില്ല എന്നൊന്നുമല്ല, അതിനൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് സ്നേഹത്തോടുകൂടി ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു പാവപ്പെട്ട മനുഷ്യനെ തന്റെ ചാരത്തിരുത്തി ഭക്ഷണം കൊടുക്കുവാനുള്ള ആ ഒരു ഈമാൻ, ആ ഒരു അന്തസ്, അങ്ങനെ നമ്മുടെ തറവാടിത്തവും നമ്മുടെ മഹത്വവും ഒക്കെ കാണിക്കണം. അവിടേക്ക് എത്തുമ്പോ അതൊന്നും പ്രശ്നമല്ലാതിരിക്കുന്നത് ശരിയല്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് നോമ്പിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഫർദ് നോമ്പുകൾ അത് നിർബന്ധമായിട്ടും വേണമല്ലോ. അതിന്റെ അപ്പുറത്ത് സുന്നത്തായിട്ടുള്ള നോമ്പുകൾ, തിങ്കളും വ്യാഴവും അടക്കമുള്ള മറ്റു പ്രത്യേക സന്ദർഭങ്ങളിൽ അറഫയും മുഹറമുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള ഒരുപാട് നോമ്പുകളുണ്ട്.
ആ നോമ്പുകളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതും ഈ സ്വർഗത്തിലെ ഈ പ്രധാനപ്പെട്ട ഒരു റൂമിന്റെ അവകാശിയാകുവാനുള്ള കാരണമാണ്. റസൂൽ പറയുന്ന നാലാമത്തെ കാര്യം രാത്രി നിസ്കരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ തന്റെ സട്ടാവിന്റെ മുമ്പിലേക്ക് തന്റെ സങ്കടങ്ങൾ മുഴുവനും പറയാൻ നമുക്ക് സാധ്യമാകുക എന്ന് പറയുന്നതും ആ ഒരു സംഗതിയും നാളെ ഈ സ്വർഗത്തിലെ ഈ ഒരു റൂമിന്റെ അവകാശിയാകുവാനുള്ള കാരണമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമുള്ളത് പള്ളി നിർമ്മാണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന നമ്മൾ ഒരു വ്യക്തി ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ, ഒരു വ്യക്തി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രദ്ധകരമായ ഒരു ദാനധർമ്മമാണ് അള്ളാഹുവിന്റെ പള്ളിക്ക് കൊണ്ട് നമ്മൾ സംഭാവന ചെയ്യുക എന്ന് പറയുന്നത്. പള്ളി നിർമ്മാണത്തിന്റെ ഭാഗമായി നമ്മൾ മാറുക എന്നുള്ളത് നമ്മുടെ മരണശേഷവും അവിടെ ആരാധനകൾ നിർവഹിക്കപ്പെടുമ്പോ, ആളുകൾ സുജൂദുകൾ സമർപ്പിക്കപ്പെടുമ്പോ അതിൽ വലിയൊരു പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിന് പുറമെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ അവന് അതിന് സമാനമായ ഒരു ഭവനം അള്ളാഹു സ്വർഗത്തിൽ നിർമ്മിക്കുന്നതാണ്. നമുക്കും അതിന്റെ ഭാഗമാവാൻ പറ്റണം. വലിയ പള്ളികൾ നമ്മൾ ഒറ്റക്ക് നിർവഹിക്കണമെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. നേരെ മറിച്ച് നമ്മൾ അതിന്റെ ഭാഗമാകുമ്പോ തീർച്ചയായും നമുക്കും ഈ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭ്യമാകുമെന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റൊന്നായി പ്രവാചകൻ പറയുന്നത് റവാത്തിബു സുന്നത്തുകളെ, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടല്ലോ, ആ നമസ്കാരങ്ങൾ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, പല ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, അതൊരു ചടങ്ങ് പോലെ നിസ്കരിക്കുന്നതിന്റെ അപ്പുറത്ത് റബ്ബേ ഈ ഇബാദത്ത് കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് നാളെ നിന്റെ സ്വർഗത്തിലുള്ള ഒരു ഭവനമാണ്, അതെനിക്ക് വേണം. റബ്ബിനോട് ചോദിക്കണം. നമുക്ക് എന്തിനാ നമ്മൾ മടി കാണിക്കണം? അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഓരോ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോഴും അത് നെയ്യത്ത് വെക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, റബ്ബേ ഞാൻ ഈ നിർവഹിക്കുന്നത് എനിക്ക് നാളെ സ്വർഗത്തിൽ ഒരു ഭവനം എനിക്ക് ലഭ്യമാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആയിഷ ബീവി പറയുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ആരെങ്കിലും 12 റക്അത്ത് നിസ്കാരം അതവന് സ്ഥിരമാക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ആയിഷ ബീവി പറയാണ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് ആസിയ ബീവിനെ പോലെ വലിയ ആ ഒരു പ്രയാസങ്ങളൊന്നും സഹിക്കാതെ തന്നെ നമുക്ക് ക്ഷമയോടുകൂടി നേരിടാൻ പറ്റുമെങ്കിൽ ഈ ഇബാദത്തുകളെല്ലാം നമ്മൾ കൃത്യമായി സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തും, ളുഹറിന് മുമ്പ് 2 റക്അത്തും, ശേഷം 4 റക്അത്തും, മഗ്രിബിന് ശേഷം 2 റക്അത്തും, ഇശാഇന് ശേഷം 2 റക്അത്തും, അങ്ങനെ 12 റക്അത്തുകൾ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, ദിവസവും നിർവഹിക്കുകയാണെങ്കിൽ ഒരു ഭവനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദുനിയാവിൽ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര പ്രയാസപ്പെടണം, എത്ര കഷ്ടപ്പെടണം. ഇത് പ്രയാസങ്ങളില്ലാതെ കഷ്ടതകളില്ലാതെ തന്നെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ അള്ളാഹു പറഞ്ഞു തരുന്നു, നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കുവാൻ സാധ്യമാകും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് സ്വർഗത്തിലൊരു ഭവനം കിട്ടുവാനുള്ള ഒരു കാരണമായി കൊണ്ട് പഠിപ്പിക്കുന്നു. തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക എന്നുള്ളത്, അന സഈമുൻ ബിബൈതിൻ ഫീ റബൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ. തന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ പോലും അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ചില ആളുകളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിന്റെ പിന്നിൽ പിന്നെ തർക്കിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരു വിവരമില്ലാത്ത വിഷയത്തിൽ പോലും, ഒരു ധാരണയുമില്ലാത്ത വിഷയത്തിൽ പോലും തർക്കിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നുള്ളത് അവന് ഒരു വീട് സ്വർഗത്തിലൊരു വീട് ലഭിക്കുവാനുള്ള കാരണമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളവ് പറയാതിരിക്കുക എന്നുള്ളതും അതിനൊരു കാരണമാണ്. അതേപോലെ തന്റെ സ്വഭാവത്തെ നന്നാക്കുന്ന മനുഷ്യനും എന്താണ്, സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് അവനൊരു വീട് ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് പഠിപ്പിക്കുന്നത് സഫുകൾക്കിടയിലെ വിടവ് നികത്തലാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതിന്റെ ഗൗരവം അറിയാത്ത മനുഷ്യന്മാരൊന്നുമില്ല.
നിങ്ങൾ ആലോചിച്ചപ്പോ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അല്ലെ, നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് പറയുന്ന വാചകം, നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് സൊഫ് കിട്ടുക എന്ന് പറയുന്നത്. ആ സൊഫിന് വിടവില്ലാതെ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. നിസ്കരിച്ചാ പോരാ, കേറി വന്ന് നിന്ന് കൈ കെട്ടിയിട്ട് റുക്കുവും സുജൂദും ചെയ്താൽ പോരാ, അതിനു വേണ്ടിയുള്ള നൃത്തത്തിൽ പോലും ശ്രദ്ധിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണ തോതിലുള്ള പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നത്. അത് നമുക്കറിയുന്ന ഗൗരവമുള്ള കാര്യമാണ്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ ഒരു വാചകം, വിടവ് നികത്തിയവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രവാചക വചനവും നമുക്ക് കാണുവാൻ സാധ്യമാകും. ഈ തരത്തിലുള്ള നമ്മുടെ വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മക്കൾ മരണപ്പെട്ടാൽ, മക്കൾ മരിച്ചു പോയാൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എങ്കിൽ അവർക്കൊരു വീട്, ഹംദ് എന്ന പേരിലുള്ള വീട് സ്വർഗത്തിൽ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്ന വാചകം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. ഇതാ മാത്ത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിൽ മലായിക, ഒരാളുടെ കുട്ടിയെ മരിപ്പിച്ചു കഴിഞ്ഞാൽ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, ഖബളതും വലദ അബ്ദി, എന്റെ അടിമയുടെ സന്താനത്തെ നിങ്ങൾ പിടിച്ചോ? അവർ പറയും അതേ യാ റസൂലുള്ളാഹ് എന്നവരോട് പറയും. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, മാദാ ഖാല അബ്ദി, നിങ്ങൾ ആ കുട്ടിയെ പിടിക്കുമ്പോൾ അവന്റെ റൂഹ് പിടിച്ചപ്പോ അവന്റെ മാതാപിതാക്കൾ എന്തു പറഞ്ഞു? ഫഖാൽ ഫയഖൂലൂൻ, അപ്പോൾ ആ മലക്കുകൾ പറയുകയാണ്, ഹമിദക വസ്തർജ, അവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അവൻ സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക, ആ സ്വർഗത്തിന്റെ വീടിന് ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന പേര് നാമകരണം ചെയ്യാൻ വേണ്ടി പറയുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഒരു വീട് നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് തഖ്വയുള്ളവരാകാനും ക്ഷമയുള്ളവരാകുവാനും നാവിനെ നിയന്ത്രിക്കുന്നവരാകുവാനും മറ്റു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാകുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതത്തെ അംഗീകരിക്കുന്ന മതമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് സന്തോഷവും വിനോദവും ആവശ്യമാണ് എന്നുള്ളത് അവന്റെ പ്രകൃതിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള അനുമതി നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി കലയും കളികളുമെല്ലാം അതിനെ പൂർണ്ണമായും അതിന് വിരോധം നിൽക്കുന്ന ഒരു രീതി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രവാചകന്റെ ജീവിതത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്ന എല്ലാ സമയത്തും പൂർണ്ണമായും ഈമാനിന്റെ അത്യുന്നതങ്ങളിൽ തന്നെ ഒരു മലക്കിനെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമുള്ള കാര്യമല്ലല്ലോ. മദീനയിലൂടെ ഹൻളല റളിയല്ലാഹു തആല ഇങ്ങനെ നടക്കുകയാണ് സങ്കടത്തോട് കൂടിയിട്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നാഫഖ ഹൻളല മുനാഫിഖ് ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ കാണുന്നു, അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, എന്ത് പറ്റി ഹൻളല? അദ്ദേഹം പറഞ്ഞു, അബൂബക്കറെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നബിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തഖ്വയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരലോകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് ആ പരലോകവും സ്വർഗവും നരകവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാനത് ആ ഒരു ആത്മീയതയിൽ നിന്നും താഴ്ന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുനാഫിഖായി എന്ന് ഞാൻ പറയുന്നത്. അബൂബക്കർ പറഞ്ഞു, അള്ളാഹ് എനിക്കുണ്ട് ആ പ്രശ്നം, എനിക്കും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഹൻളല സാഅതൻ വസാ, കുറച്ചേരം അങ്ങനെ പിന്നെ അങ്ങനെ ഒരു അവസ്ഥയാണോ നിനക്കുള്ളത്? ശേഷം പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ അറിയോ? നിങ്ങൾ എപ്പോഴും എല്ലാ സമയത്തും എന്റെ അടുത്തുള്ള അവസ്ഥയിൽ നിങ്ങൾ തുടർന്നിരുന്നുവെങ്കിൽ മലക്കുകൾ നിങ്ങളുടെ വീടുകളിലും വഴികളിലും വന്ന് നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. സാധ്യമുള്ള കാര്യമല്ല എന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്താം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചിരിക്കുന്ന അനുവദനീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു നമുക്ക് ആ വിഷയത്തെ കുറിച്ച്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബും വലഹവും, ഈ ദുനിയാവിനെ വെറും കളിയും വിനോദവുമാക്കി മാറ്റരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊരു വാചകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തടയുകയും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് അനുമതിയുള്ള കാര്യങ്ങൾ കാണുന്നതിലൊന്നും നമുക്ക് ഒരു എതിരും ഇസ്ലാം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വിനോദത്തിന്റെ പേരിൽ യഥാർത്ഥമായ ലക്ഷ്യത്തെ തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. കപ്പൽ വെള്ളത്തിന്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ആ വെള്ളം കപ്പലിലേക്ക് കയറിയാൽ അത് മുഴുവനും നശിച്ചു പോകുമെന്ന് നമുക്കറിയാൻ പറ്റും. അതേപോലെ വിനോദം അത് ജീവിതത്തിൽ വേണം. പക്ഷേ ആ ജീവിതത്തിൽ അത് നേരെ തിരിച്ചാകുമ്പോൾ നമ്മൾ ആലോചിച്ചുകൾ, ഇന്ന് നമ്മുടെ സഫുകൾ എടുത്ത് പരിശോധിച്ച് നോക്കും. സുബഹിയുടെ സമയത്തുള്ള 3ഉം 4ഉം സഫുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നത് ഒരു സഫിലേക്കും 1.5 സഫിലേക്കും മാറിയിട്ടുണ്ട് എങ്കിൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായ കാര്യമാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഹറാമുകളായിട്ട് മാറുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ തെറ്റായിട്ട് മാറുന്നത്. അപ്പോഴാണ് ഇസ്ലാം ഇത്തരം വിനോദങ്ങളെ വിലക്കുന്നത്. നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, കുടുംബത്തെ മറന്നു പോകുന്നവരുണ്ട്, അതേപോലെയുള്ള പരസ്പരം വൈരാഗ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകമാണ്, അതിന്റെ വിജയമാണ്. അതിന് വിഘാതമാകുന്ന ഒന്നും അത് എന്തു തന്നെയാണെങ്കിലും ശരി അത് ബാധിക്കുന്നുണ്ടോ? നിസ്കാരം അതിനെ മുടക്കുന്ന കാര്യമാണോ? മാറുന്നേ മതിയാകൂ. അതിനെ നമുക്ക് മറികടക്കാൻ സാധ്യമാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തെ പൂർണ്ണമായും നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പ്രഥമമായവന്റെ ബാധ്യത എന്ന് പറയുന്നത്. ആ ബാധ്യത നിർവഹിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അത് നിനക്ക് സാധ്യമാകുമെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള വിനോദങ്ങൾക്ക് സ്ഥാനമുള്ളൂ, പ്രാധാന്യമുള്ളൂ എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അത് ഉസ്താദാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, കാരണവന്മാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ഈ വിഷയത്തിലുള്ള ദീനിന്റെ നിലപാടെന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷ്മത കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്താണ് നമ്മളെ തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയുകയില്ലോ. അതുകൊണ്ട് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. നാദം അവർക്കെല്ലാം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് എല്ലാ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും അടുത്ത ദിനങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള തായെ തൊടുകയിൽ അഷ്റഫ് എന്നവരുടെ ഭാര്യയും അതേപോലെ തന്നെ നമ്മുടെ ഒരു കണ്ടങ്ങളുള്ള നമ്മുടെ സഹോദരനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.